ഒരു ചക്ക വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അമ്മ എനിക്കൊരു ചെറിയൊരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് മുറിച്ച് പോയി, എന്താ ഇതിന് പറയുക, കടച്ചക്ക, ഇടിച്ചക്ക ആക്കാൻ വേണ്ടിയിട്ട് അമ്മ തന്നതാണ് ഇത്. ആക്ച്വലി നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. അങ്ങനെ ഇത് കുറച്ച് നാൾ ഫ്രിഡ്ജിലായിരുന്നുണ്ടായി. ഒന്നും മോശമൊന്നും ആയിട്ടില്ല, പക്ഷേ ഇതിൻ്റെ പുറമേ ഉള്ള ഈ ഒരു സാധനം കുറച്ച് ബ്ലാക്കല്ല, ഒരു പച്ച ഇങ്ങനെ കറുത്ത് വരുന്ന ആ ഒരു സ്റ്റേജ്. അപ്പോൾ ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത് ഉണ്ടാക്കാം. അങ്ങനെ മുറിച്ച് തുടങ്ങിയ സമയത്താണ് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നൊരു വീഡിയോ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇടിച്ചക്ക എങ്ങനെ വെക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് വെക്കുന്നത് കേട്ടോ. ആദ്യം ഇത് സാധാരണ ഒരു കുഞ്ഞു ചക്ക ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, സോറി, ഇഗ്നോർ മൈ മെസ് ഗൈസ്. ഇങ്ങനെ ഒരു പീസ് എടുക്കാം. പീസ് എടുത്തിട്ട് നമ്മൾ കൈ സൂക്ഷിക്കുക. ഓക്കെ, കൈ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ പീസാക്കിയതിന് ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചു കേട്ടോ. എനിക്ക് നല്ല ശീലമുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ മുറിക്കുന്നത്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും എല്ലാം ചെയ്തു തരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ തന്നെ നമ്മളെല്ലാ കാര്യവും ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഓരോ ബുദ്ധിമുട്ടേ. ചക്കേൻ്റെ ഇങ്ങനെ പശയൊക്കെ കയ്യിലാവുന്നതേ ഇപ്പമാണ്. ഇതിന് മെയിനായിട്ട് ഈ സാധനമില്ലേ, അത് ചിലരെടുക്കും ചിലരെടുക്കില്ല. നമുക്കൊരു രണ്ടിനെയും നടുക്കായിട്ട് എടുക്കുകയും എടുക്കാതിരിക്കുകയും ചെയ്യാം. കുറച്ച് കഷ്ണം, ചെറിയ കുഞ്ഞി കഷ്ണം കട്ട് ചെയ്താൽ മതി. പിന്നെ ഈ സാധനമില്ലേ, ഇതെന്തായാലും കളയണം. ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടും കട്ട് ചെയ്താൽ മതി. ഇത് കുറച്ച് സോഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പം തന്നെ കട്ട് ചെയ്തങ്ങ് ഇടാം. ഇതങ്ങ് മാറ്റി വിടാം. അപ്പം ഞാനിത് നല്ല വൃത്തിയിൽ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കർ എടുത്ത് ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ലൈക്ക് 1 സ്പൂൺ മതിയാവും. അതെല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് കാത്തിക്കാം. മൊത്തത്തിൽ ഉടച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടെടുക്കണം. കുറച്ചധികം വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് നമ്മുടെ കല്ലിലിട്ടിട്ട് ചതുക്കുക. വെളുത്തുള്ളീൻ്റെ തോല് കളയാതെ യൂസ് ചെയ്യാം. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, വേറെ ഒരു ഓയിലൊന്നും പാടില്ല. എണ്ണ ചൂടാവുമ്പം നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇടാം. ഒരു 2-3 വറ്റൽ മുളക് ഇടാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം ഇത്ര ഒരു ഗോൾഡൻ ബ്രൗൺ അല്ല, ഇതാ ഈ ഒരു പരിവില്ലേ, ഈ ഒരു പരിവ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചതച്ച് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിൽ വേവിച്ച് വെച്ച ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഒന്ന് ജസ്റ്റ് ചതുക്കി വെച്ച തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. I feel so tired. ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാൻ രാത്രി വരെ അത് എക്സ്റ്റെൻഡ് ആവും എന്നുള്ള കാര്യം ഞാൻ
അത്രയ്ക്ക് വിചാരിച്ചില്ല. സോ യാ, ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി. ഉപ്പ് കൂട്ടുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കും, സൂപ്പറാ. അതേപോലെ ഞാൻ ആകെ ടയർഡായിപ്പോയി. ഇവിടെ ഇപ്പം കറണ്ടും പോയി. വയസ്സിന് പണ്ടാരടങ്ങി. ഉച്ചക്കത്തെ ലഞ്ച് പോലും കഴിച്ചില്ല. ഇനി ഇതുപോലെ കുക്കിംഗ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇത്ര ലേറ്റ് ആക്കാണ്ട് ഉച്ചക്കെല്ലാം എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങാം. ബട്ട് ഇറ്റ്സ് വർത്ത്. അടിപൊളി. കുറേ നാളിന് ശേഷം ഞാൻ ഇടിച്ചക്ക കഴിക്കാം. പക്ഷേ ഇനി അടുത്തൊന്നും ഇന്ന് മെനക്കെടല്ല. വീട്ടിൽ നിന്നാക്കിയിട്ട് കഴിച്ചിട്ടേ വരുള്ളൂ. ഓക്കെ.